ഹായ് ഹലോ ടെക്ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പല ജില്ലകളിലായിട്ട് വന്നിരിക്കുന്ന ടീച്ചിങ് വാക്കൻസീസിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി ജില്ലകളിൽ വാക്കൻസി വന്നിട്ടുണ്ട്, പല പല പോസ്റ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ലിങ്കും മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാതും തന്നെ വീഡിയോയുടെ ഉള്ളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സബ്ജക്റ്റിന്റെ പോസ്റ്റുകൾ ഏതാണോ അതിലോട്ട് എത്രയും വേഗം തന്നെ റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ടീച്ചിങ് വാക്കൻസീസിലൊന്നും ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവർ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാം. കാരണം കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരുന്ന അപ്ലിക്കൻസിനെ ആയിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇന്റർവ്യൂവിനൊക്കെ ആയിട്ട് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അതാത് ജില്ലകളിലെ ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടെ മുൻഗണന. പക്ഷെ ഈ കോളേജിൽ വെച്ച പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഏത് ജില്ലകളിലുള്ളവർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ജോലികളുടെ വാക്കൻസീസ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്നുള്ളത് കണ്ടാലോ. ആദ്യത്തെ പോസ്റ്റ് വന്നിട്ട് എറണാകുളം മാലിയങ്കര SNM എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ മറ്റുള്ള യോഗ്യത എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും മുൻഗണന. അതുപോലെ അതാത് സബ്ജക്ട്സിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസും അതിന് വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് MTechഉം PhD ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂം വിത്ത് ഫോട്ടോ അടക്കമുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ സബ്ജക്ട് ലൈനിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അതാത് പോസ്റ്റുകളുടെ പേര് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് പത്തനംതിട്ട കോഴഞ്ചേരി മുളമൂട്ടിൽ ICSE സ്കൂളിലേക്കാണ് വന്നിരിക്കുന്നത്. ജർമ്മൻ ടീച്ചറുടെ വാക്കൻസി ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട മെയിൽ ID ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂം വിത്ത് ഫോട്ടോ ഉള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് പാലക്കാടാണ്. പ്രയാഗ ഫൗണ്ടേഷനിലേക്ക് പ്രിൻസിപ്പള്, അതുപോലെ തന്നെ ഒത്തിരി സബ്ജക്ട്സിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ വാക്കൻസി ഉണ്ട്. പ്രിൻസിപ്പളിന്റെ വാക്കൻസിയിൽ വരുമ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PhD അഥവാ നെറ്റ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് പ്രൊഫസറുടെ വാക്കൻസിയിൽ വന്നിരിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ്, കൊമേഴ്സ് വിഷയങ്ങളാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് കം ഡ്രൈവറുടെ പോസ്റ്റ് ഉണ്ട്. അതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് +2 കൂടാതെ LMB ലൈസൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്ലൈ ചെയ്യാനായിട്ട് ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് PG നെറ്റ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും മുൻഗണന. ഇവിടെ കൊടുത്തിരിക്കുന്ന മെയിൽ IDയിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂം ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സബ്ജക്ട് ലൈൻ വെക്കാനായിട്ട് മറക്കരുത്. ജൂൺ 20-ാം തീയതിക്ക് മുൻപായിട്ട് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് കണ്ണൂര് നിർമ്മലഗിരി കോളേജിലേക്കാണ്. ഫിസിക്സിൽ അസിസ്റ്റന്റ് പ്രൊഫസറിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വേണ്ട അപ്ലൈ ചെയ്യാനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് UGC നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ ബാധകമാണ്. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് റെസ്യൂം അല്ല നിങ്ങൾ മെയിൽ IDയിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ഇവരുടെ കോളേജ് ഓഫീസിൽ നിന്ന് 1000 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്കൊരു അപേക്ഷാ ഫോം കിട്ടും. അത് പോയി വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇവരുടെ ഫോൺ നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു അപേക്ഷാ ഫോം 1050 രൂപ നൽകിയിട്ട് ഇവര് സ്പീഡ് പോസ്റ്റ് വഴി സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ആ ഫോം ഫില്ല് ചെയ്തതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ ഈ കാണുന്ന മെയിൽ IDയിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണ് ഇവര് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നത്. കൂടാതെ കണ്ണൂര് കൂത്തുപറമ്പ് ഓൾഡ് റോഡ് ബ്രണ്ണൻ ഇംഗ്ലീഷ് സ്കൂളിൽ എയ്ഡഡ് LP സ്കൂളിലേക്ക് PG B.Ed TTC ടീച്ചർമാര് അറബിക് ടീച്ചേഴ്സിന്റെ ഒഴിവുണ്ട്. എല്ലാ സബ്ജക്ട്സും ഉണ്ട്. LP ടീച്ചേഴ്സിന്റെ ഒഴിവുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ അതിന്റെ വിശദ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് വാക്കൻസി വന്നിരിക്കുന്നത്, ടീച്ചിങ് ഒഴിവുകൾ. അപ്പൊ ഇനി ഇതുപോലത്തെ ഒഴിവുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ള യോഗ്യതകളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും മറക്കാതെ ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാട്ടോ. കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇത്തരത്തിൽ മറ്റൊരു വാക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.